വചനം 31 വാക്കർത്ഥം. സുമ്മ അൻശഅന, പിന്നെ നാം ഉത്ഭവിപ്പിച്ചു, ഉണ്ടാക്കി, മിൻ അവരുടെ ശേഷം, ഖർനൻ, ഒരു തലമുറയെ, ഒരു കാലക്കാരെ അഥവാ സമുദായത്തെ, ആഖരീൻ, വേറെ വേറെ ആളുകളായ. ثم أنشأنا من بعدهم قرنا آخرين, പിന്നീട് അവരുടെ ശേഷം നാം വേറെ ഒരു തലമുറയെ ഉത്ഭവിപ്പിച്ചു. വചനം 32 വാക്കർത്ഥം. ഫഅർസൽന, എന്നിട്ടു നാം അയച്ചു, ഫീഹിം, അവരിൽ, റസൂലൻ മിൻഹും, അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ, ദൂതനെ, അനിഅ്ബുദു, നിങ്ങൾ ആരാധിക്കുവിൻ എന്ന്, അല്ലാഹുവിനെ, മാലക്കും, നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ, ഒരു ഇലാഹും ആരാധ്യനും, ഗൈറുഹു, അവനല്ലാത്ത, അഫലാ തത്തഖൂൻ, അതിനാൽ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ. فأرسلنا فيهم رسولا منهم أن اعبدوا الله ما لكم من إله غيره أفلا تتقون. എന്നിട്ട് അവരിൽ നിന്നു തന്നെ ഒരു റസൂലിനെ അവരിൽ നാം അയച്ചു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവിൻ, നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല, അതിനാൽ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. 31-32 വചനങ്ങളുടെ വിശദീകരണം. നൂഹ് നബിയുടെ കാലത്തുണ്ടായ ജലപ്രളയം ലോകത്തെ മുഴുവൻ ബാധിച്ചിരുന്നുവോ? അദ്ദേഹത്തിൻ്റെ ജനതയല്ലാതെ വേറെ ജനത ഭൂമുഖത്തുണ്ടായിരുന്നുവോ? ഇതിനെപ്പറ്റി ഖണ്ഡിതമായ തീരുമാനമെടുക്കുവാൻ ലക്ഷ്യങ്ങളില്ല. നൂഹ് നബിയുടെ ജനത അധിവസിച്ചിരുന്നത് പ്രാചീന ഇറാഖിലെ ബാബിലോണിയയിലായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ആകയാൽ ജലപ്രളയം അവിടെ മാത്രം ബാധിച്ചിരിക്കുവാനാണ് കൂടുതൽ ഹിതമുള്ളത്. 37 അധ്യായം 77 വചനം, 10 അധ്യായം 73 വചനം എന്നീ ഖുർആന്റെ പ്രസ്താവനകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച കപ്പലിൽ രക്ഷപ്പെട്ടവരിൽ നിന്നാണ് പിന്നീട് ജനസമുദായങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് അനുമാനിക്കുവാനിടയുണ്ട്. ഇവിടെ 31 വചനത്തിൻ്റെ സാരവും അതായിക്കൂടുന്നില്ല. അള്ളാഹുവിനറിയാം. ബാബിലോണിയ പ്രദേശങ്ങളിലാണ് ആദ്യം ജനവാസമുണ്ടായിട്ടുള്ളതെന്ന് ചരിത്രകാരന്മാരിൽ ചിലർക്ക് അഭിപ്രായമുള്ളതും ഇവിടെ സ്മരണീയമാണ്. ഏതായാലും ഒരു സമുദായമെന്ന നിലക്ക് നൂഹ് നബിയുടെ മുമ്പ് ഒരു ജനത ഉണ്ടായിരുന്നതായി ഖുർആനിൽ നിന്ന് മനസ്സിലാവുന്നില്ല. പൂർവകാല നബിമാരുടെയും സമുദായങ്ങളുടെയും ചരിത്രങ്ങൾ വിവരിക്കുമ്പോൾ അധിക സ്ഥലത്തും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം കൊണ്ട് തുടങ്ങി ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം കൊണ്ട് അവസാനിക്കുക ഖുർആന്റെ പതിവാണ്. ഈ സൂറത്തിലും അങ്ങനെയാണുള്ളത്. ഖർന് എന്ന വാക്കിനാണ് തലമുറ എന്ന് അർത്ഥം കൽപ്പിച്ചത്. നൂറ്റാണ്ട്, ദീർഘകാലം എന്നും മറ്റും അതിന് അർത്ഥങ്ങളുണ്ട്. എങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക സംസ്കാരവും സ്വഭാവവുമുള്ള സമുദായം എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ച് കാണുന്നത്. നൂഹ് നബിയുടെ ശേഷം ഉത്ഭവിച്ചതായി ഈ വചനത്തിൽ പ്രസ്താവിച്ച തലമുറ അല്ലെങ്കിൽ സമുദായം ഏതാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. സൂറത്തുൽ അഅറാഫ് 69 വചനത്തിൽ ആദ് ജനതയെ അഭിമുഖീകരിച്ചുകൊണ്ട് അവരുടെ പ്രവാചകനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പറയുന്നു: നിങ്ങളെ അല്ലാഹു നൂഹിന്റെ ജനതയ്ക്ക് ശേഷം പിൻഗാമികളാക്കിയിട്ടുള്ളത് ഓർക്കുവീൻ. വദ്കുറു ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ഖൗമി നൂഹ്. അതുകൊണ്ട് ഇവിടെയും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ആദ് സമുദായവും ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം നബിയും ആണെന്നു മനസ്സിലാക്കാം. ഇവരുടെ വാസസ്ഥലം യമൻ പ്രദേശങ്ങളിൽ അഹ്ഖാഫ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പരലോക ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവരും ബഹുദൈവാരാധകന്മാരുമായിരുന്നു ആ ജനത. അവരും തങ്ങളുടെ പൂർവികന്മാരുടെ നില തന്നെ കൈക്കൊണ്ടു.